ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ മേൽക്കൂര തകർന്നു വീണ സ്കൂളിലെ ക്ലാസ് ഇന്നു മുതൽ പുതിയ കെട്ടിടത്തിൽ ക്ലാസ് മാറ്റുന്നത് ചിത്രീകരിക്കാനെത്തിയ മാധ്യമപ്രവർത്തകരെ CPM നേതാവ് വിലക്കി. പിന്നീട് പ്രതിഷേധമുയർന്നപ്പോഴാണ് മാധ്യമങ്ങൾക്ക് അനുമതി നൽകിയത്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, കഴിഞ്ഞ ദിവസം കാർത്തികപ്പള്ളിയിൽ മേൽക്കൂര തകർന്നു വീണ സ്കൂളിലെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. തലനാരിഴയ്ക്കാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഇന്നു മുതൽ ക്ലാസ് പുതിയ കെട്ടിടത്തിൽ ആരംഭിക്കുമെന്ന് പറയുമ്പോൾ അത് ചിത്രീകരിക്കാനെത്തിയ മാധ്യമപ്രവർത്തകരെ CPM നേതാവ് തടയുകയും വിലക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? രോഹിണി, വർഷങ്ങൾ പഴക്കമുള്ള സ്കൂളാണ് ഗവൺമെൻറ് UP സ്കൂൾ കാർത്തികപ്പള്ളി. ഇവിടെ ഇന്നലെ രാവിലെയാണ് കെട്ടിടം തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ അതിനോട് ചേർന്ന് തന്നെ പുതിയ കെട്ടിടം കോടികൾ മുടക്കി നിർമ്മിച്ച് ആ കെട്ടിടത്തിലേക്ക് ക്ലാസ് മാറ്റാതെയായിരുന്നു പഴയ കെട്ടിടത്തിൽ തന്നെ HMൻ്റെ ഓഫീസ് അടക്കം പ്രവർത്തിച്ചിരുന്നത്. അത് അൺഫിറ്റ് ആണ് എന്ന് പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗം വിധി എഴുതിയ കെട്ടിടത്തിലായിരുന്നു അത്തരത്തിൽ ക്ലാസ് 4C ഡിവിഷൻ ക്ലാസും അവിടെ പ്രവർത്തിച്ചിരുന്നു. ഇതിനെതിരെ മാധ്യമങ്ങൾ വാർത്ത നൽകിയതിലുള്ള ആ ഒരു പ്രതികാര നടപടി കൂടിയായിരുന്നു ഇന്ന് CPM വാർഡ് അംഗത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായത്. ഇത് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുമ്പോൾ തന്നെ നമുക്കറിയാം, ഇത്തരത്തിലൊരു കെട്ടിടം നിർമ്മിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും അത് ഒരു ഉദ്ഘാടന മാമാങ്കത്തിനായി കാത്ത് മാറ്റിവെച്ചുകൊണ്ടാണ് പഴയ അപകടകരമായ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനെ ചോദ്യം ചെയ്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രതിഷേധങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇന്ന് മാധ്യമങ്ങൾ ഈ വാർത്തകളൊന്നും ചിത്രീകരിക്കേണ്ട, നൽകണ്ട എന്നൊരു സമീപനത്തിലേക്ക് വരികയായിരുന്നു. അതുതന്നെയാണ് വാക്കുതർക്കത്തിലേക്കും ഒരു മാധ്യമപ്രവർത്തനത്തിന് നേരെ കയ്യേറ്റ ശ്രമമടക്കം നടന്നത്. മീഡിയ വണിലെ ഷൈജുവിന് നേരെയാണ് കയ്യേറ്റ ശ്രമം നടന്ന് അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രകോപനമാണ് സൃഷ്ടിച്ചത്. അതിന് പിന്നാലെ ചിലർ പുറത്തു വന്ന് ഇത്തരത്തിൽ മാധ്യമങ്ങൾ ചിത്രീകരിക്കേണ്ട എന്ന വാദവുമായി വന്നിരുന്നു. അവരാരും ഇന്നലെ വരെ ഈ അപകടകരമായ കെട്ടിടത്തിൽ ക്ലാസ് നടക്കുമ്പോൾ ഒരക്ഷരം പോലും മിണ്ടാതിരുന്നവരാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വാദമുഖം, വിചിത്രമായ ഒരു വാദമുഖവുമായി വന്നത്. അതും സ്വാഭാവികമായും അകത്തുണ്ടായി ഈ പ്രശ്നത്തെ അതിനെ പിന്തുണച്ചുകൊണ്ട് ഒരു വിഭാഗം പ്രത്യേകം ബോധപൂർവം വന്നതാണ് എന്നതും വ്യക്തമാണ്. എന്തു തന്നെയായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഷോക്കേറ്റൊരു വിദ്യാർത്ഥി മരിച്ചു. അതുവരെ മിണ്ടാതിരുന്നവർ പിന്നീട് വലിയ രീതിയിൽ പ്രതികരിക്കുന്നു. ഇവിടെ അത്തരത്തിലൊരു പ്രതികരണശേഷി പോലും ഇവിടുത്തെ ജനങ്ങൾക്കില്ല എന്നത് തന്നെ എടുത്തു പറയേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തു തന്നെയായാലും ഇപ്പോൾ പുതിയ കെട്ടിടത്തിലേക്ക് ക്ലാസ്സുകൾ മാറ്റിയിട്ടുണ്ട്. ഇത്തരത്തിൽ കെട്ടിടം തകർന്നു വീഴാറായ കെട്ടിടത്തിൽ ക്ലാസ് നടന്നതിനെ സംബന്ധിച്ച് ജില്ലാ കളക്ടർ അടക്കം വിശദീകരണം തേടിയിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അൺഫിറ്റ് എന്ന് ഈ ചിങ്കോലിയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം AE ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകിയപ്പോൾ അതിന് ആ എഞ്ചിനീയറെ ഭീഷണിപ്പെടുത്തി അവർ അവസാനം ഗതികെട്ട് ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ അവർ ചിങ്ങോലി പഞ്ചായത്തിൽ നിന്നും സ്ഥലം മാറ്റം വാങ്ങിപ്പോയിരിക്കുകയാണ്. അത്രയ്ക്കും വലിയ രീതിയിലുള്ള ബോധപൂർവമുള്ള ശ്രമങ്ങൾ ആ കെട്ടിടം നിർത്തിക്കൊണ്ടുപോകാൻ അടക്കം നടന്നു. അതിൽ ഈ പഞ്ചായത്ത് അംഗം അടക്കമുള്ളവർ ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഡിവിഷൻ കുറയാതിരിക്കാൻ വേണ്ടി അധ്യാപകർ എല്ലാവരും തന്നെ ആർക്കും സ്ഥലം മാറ്റം അടക്കം വരാതിരിക്കുന്നതിനുള്ള ബോധപൂർവ്വ ശ്രമവും നടന്നു. അത്തരത്തിലെല്ലാം ചെയ്യുമ്പോൾ അവിടെ അപകടാവസ്ഥയിലാവുന്നത് ഈ കുട്ടികളുടെ, സാധാരണക്കാരായ വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളുടെ ജീവനാണ് ഭീഷണി എന്ന കാര്യം പോലും ഇവർ ഓർക്കുന്നില്ല എന്നതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം. എന്തു തന്നെയായാലും ഇപ്പോൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറിയിട്ടുണ്ട്. വൈദ്യുതീകരണം അടക്കം അവിടെ ചെയ്യാനുണ്ട് എന്ന് പറയുന്നത് അത് അടിയന്തരമായി ചെയ്യുമെന്നും ഇപ്പോൾ പറയുന്നുണ്ട്. അത്തരത്തിൽ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഒരു അപകടകരമായ അവസ്ഥയിൽ നിന്നും സ്കൂൾ പ്രവർത്തനം ഈ പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ ഒരു കെട്ടിടം തകർന്നു വീഴേണ്ടി വന്നു എന്നത് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടതും. രോഹിണി, ശരി. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.